ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സൂക്ക് വഖഫിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. എക്സിബിഷൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു എക്സിബിഷനിൽ എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. 17ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 30 കലാകാരന്മാരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് സൂക്ക് വഖഫിൽ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. ഈ വർഷത്തെ തദ്വീർ ആർട്ട് എക്സിബിഷൻ ഇരുമ്പ്, കടലാസ്, മരം എന്നീ 3 പ്രധാന ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സുസ്ഥിരതയുടെ മേഖലയിൽ ഖത്തറിന്റെ കാഴ്ചപ്പാട് കൈവരിക്കാനും ഈ മേഖലയിലെ കലാകാരന്മാരുടെ സർഗാത്മകത സൂക്ക് വഖഫിന്റെ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കാനുമാണ് ഈ ഒരു എക്സിബിഷൻ ലക്ഷ്യമിടുന്നത്. മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും വികസനം കൈവരിക്കുന്നതിനുമുള്ള നല്ല ആശയങ്ങളും പെരുമാറ്റങ്ങളും സ്വീകരിക്കാൻ കല സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ഒരു എക്സിബിഷനിൽ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള ആർട്ട് വർക്ക്സ് ആണ്. മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പല രീതിയിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ, വീട്ടുപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ രൂപങ്ങളും വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ട് കടക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എല്ലാതും പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ രൂപങ്ങളും പേപ്പർ, കാർഡ്ബോർഡ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ കളയുന്ന കാർഡ്ബോർഡും അതുപോലെ തന്നെ പേപ്പേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വളരെ ഭംഗിയാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫുട്ബോൾ കളിക്കാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയാണ് ഇത് കാണാൻ. ഇതെല്ലാം പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ വർക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാണുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വർക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സിബിഷൻ്റെ ലാസ്റ്റ് സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളെല്ലാം മരം കൊണ്ടാണ്. ഇവിടുത്തെ വർക്കിൽ എല്ലാത്തിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു പെൻസിലായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ആർട്ട് വർക്ക് ഇതിൽ നമുക്ക് കാണാം. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്ത് ചെയ്തിട്ടുള്ള വർക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ലെൻസ് ഇവിടെ അവൈലബിൾ ആണ്. ലെൻസ് വെച്ച് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാം. ഇവിടുത്തെ ബാക്കി കാഴ്ചകളും കണ്ടു നോക്കാം. ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഉണ്ടാവുക. അപ്പോൾ ഖത്തറിലുള്ളവർ ആരും തന്നെ മിസ് ചെയ്യേണ്ട, എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പോൾ എക്സിബിഷനൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവർ ആർട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ലൈവായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെറ്റൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്